എടാ നായിന്റെ പട്ടി മെറ്റമോനെ, എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു 10-20 ലക്ഷം രൂപ 2 കാറും കുറച്ച് പിള്ളേരെ സെറ്റ് ചെയ്തിട്ട് ബർത്ത്ഡേ വിഷം ചെയ്തിരണേടാ. ഒരു 3-4 ഗേൾസ് ഉണ്ടെങ്കിൽ നൈസ് ആയിരിക്കും കേട്ടോ. ഒരു പഴം കൊടുത്തിട്ടുണ്ട്. ഒരു പോസ്റ്റ് ഇട് ആവശ്യമുണ്ട്. ഇവിടെ നിന്നാണ് വിളിക്കുന്നത്. ബക്കറ്റിന്റെ ഫ്രണ്ടിൽ എന്റെ പേര് എഴുതി വെച്ചും ചിലവന്മാര് തെണ്ടാൻ സാധ്യത ഉണ്ടെന്ന്. എടാ ഇത് മാറ്റണോടാ, ഇത് വേറെ ഏവന്റെ മുഖമാടാ എനിക്ക് കിട്ടിയ. ഇതിനി എന്ത് ചെയ്യാൻ പറ്റും ഗൈസ്? ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ മുഖം മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റും? ബർത്ത്ഡേ ദിവസമായിട്ടെങ്കിലും സ്വന്തം ആ ക്യാരക്ടറിന്റെ ഐഡന്റിറ്റിയെങ്കിലും സ്വന്തമായിട്ട് കീപ്പ് ചെയ്യണമെന്നുണ്ട്. ബാബു റോള് കിട്ടിയില്ലേ? എടാ എനിക്ക് റോള് കിട്ടിയില്ലടാ, ഞാൻ ഗ്യാങ് മെമ്പർ പോലും അല്ല. എടാ എന്ത് ചെയ്യും? ഡ്രസ് ഷോപ്പിൽ അഡ്മിനും ഫെഡ്മിനും ഇട്ട് ചോദിക്കോ, അഡ്മിനിലെ ഹെൽപ്പ് ഇട്ട് ചോദിക്കോ. ഹെൽപ്പ് ഇട്ടാ മതിയോ? ശ്രീജിത് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 1000 rupees GPay. താങ്ക് യു സോ മച്ച്. റിസാൻ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ GPay ബ്രോ. ഞാൻ ഏകദേശം ഒന്ന് ഹെൽപ്പ് ഇട്ട് ചോദിക്കട്ടെ. ചോദിക്കട്ടെ T/help. Bhai, can you please help? ബഗ് ആയതാണോ? ഇത് ഇതിനകത്താണോ ടൈപ്പ് ചെയ്യണ്ട? ക്യാരക്ടർ മാറിപ്പോയി. മെനു ഇട്ട് ഒന്ന് ഹെൽപ്പ് ആക്കാവോ? മലയാളം പറ്റുമല്ലോ അല്ലേ? ആവോ? അതല്ല, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ? അപ്പോ ഇങ്ങനെയാണോ? എടാ ഇങ്ങനെയോ അല്ലേ? എങ്ങനെ ഇത് ചെയ്യണ്ടേ? എടാ ഈ സിറ്റിയില് ഹാപ്പി ബർത്ത്ഡേ ബാബുശ്ശേട്ട് കണ്ണാപ്പി എക്സ്റ്റാറ്റ് ഇട്ട കേട്ടോ. കണ്ണം പട്ടി ഇവ എന്നെ തപ്പി നിപ്പുണ്ട് കേട്ടോ. എവിടെയോ കിട്ടിയ അള്ളി എടുത്തോണ്ട് പോവേ. എടാ കൈ പെടാതെ മാറിയിരിക്കാം. ഇവൻ കിട്ടിക്കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് കൊണ്ട് എന്തെങ്കിലും ഉടായ്പ പണി വെച്ചിരുന്നു. ഞാനാണെങ്കിൽ ഇന്ന് നല്ലൊരു പൈനായിട്ടിരിക്കുക. ഞാൻ അവൻ എന്ത് ചെയ്താലും ഞാനൊന്നും പറയാനും പോകില്ല ഇന്ന്. ഇങ്ങനെയാണോ? ഓക്കെ സെറ്റായി. ഞാൻ പറഞ്ഞില്ലേ കയ്യിൽ മറ്റേ വാച്ച് കിടക്കുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചാറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് നോക്കി ടൈപ്പ് ചെയ്യണം. അത് വൈഫ് ഗിഫ്റ്റ് ചെയ്യുന്ന വാച്ചാണേ. എടാ നായിന്റെ പട്ടി മെറ്റമോനെ, എടാ മെറ്റിയാടാ. പുണ്ടച്ചി മോനെ, നീ എന്തിനാ എന്റെ അലയിൽ ഇടുന്നതും? എടാ നിന്റെ കൂടെ വണ്ടി കയറി നീ എല്ലാത്തിനും എന്നെ ഇടുന്നത്. ഞാൻ എന്ത് ചെയ്തു നിന്നോട്? എടാ കണ്ണമ്മൻ നിന്നെ വിളിച്ചില്ലല്ലോ ഇങ്ങോട്ടെ. ആര് വിളിച്ചില്ലെന്ന്? ഞാൻ വിളിച്ചില്ലല്ലോ ഇങ്ങോട്ടെ. ഞാൻ വിളിച്ചില്ലല്ലോ, വരൂല്ലോ. ഓ എടാ ദൈവം വന്ന് ഇപ്പൊ വരാവേ. ഹലോ, ആ ദൈവത്തിന്റെ അടുത്ത് പറയണ്ടേ കണ്ണാപ്പി അല്ലേ? നീ ഒന്ന് പറയോ? ബർത്ത്ഡേ ആകുമ്പോഴത്തേക്ക് മേലെ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞ വലിയ 10 പേരെ ഉള്ളു. മതി കുഴപ്പമില്ല. ഇന്ന് വരുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് സർപ്രൈസ് ആയി പോയേട്ടോ. കണ്ണമ്മന് ഞാൻ ഒരു 5 കോടി രൂപ തരാം. എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു 10-20 ലക്ഷം രൂപ 2 കാറും കുറച്ച് പിള്ളേരെ സെറ്റ് ചെയ്തിട്ട് ബർത്ത്ഡേ വിഷം ചെയ്തിരണേടാ. പൈസ ഞാൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ അയച്ചു തരാം. ഞാൻ ഇപ്പൊ നമ്മുടെ HR വരുമ്പോ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. വരുമ്പോ ഒരു കേക്കും കുറെ പിള്ളേരും എല്ലാരും വിഷ് ചെയ്യാൻ ഒരു കാറും വേണം. ഒരു 3-4 ഗേൾസ് ഉണ്ടെങ്കിൽ നൈസ് ആയിരിക്കും കേട്ടോ. 5ഓളം ഒപ്പിക്കാം ഞാൻ. 5ഓളം കണ്ണമ്മോനെ എനിക്കറിയില്ലേടാ നിന്നെ.
ബർത്ത്ഡേക്ക് എന്തും നമ്മൾ സഹായിച്ചു കൊടുക്കണമെന്നല്ലേ ആവശ്യം. അച്ഛനുള്ള കണ്ണമ്മനെ ലവ് യു ഉമ്മ. പക്ഷെ നമ്മുടെ ബർത്ത്ഡേക്ക് ആരും ഇല്ലായിരുന്നു ആവശ്യം. കണ്ണമ്മനെ നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നോ? കുഴപ്പമില്ല. ഞാൻ എനിക്ക് വരാൻ പറ്റാത്ത സാഹചര്യമായി പോയിട്ടുണ്ടല്ലേ. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ബർത്ത്ഡേ ഇങ്ങനെ ആകാൻ ഞാൻ ചമ്മടിക്കൂടെ. ഞാൻ എന്നാ പോയി 5 പെമ്പിള്ളാര് ഞാൻ ഒരു കാര്യം പറയാം, 5 പെമ്പിളാരും 1 2 ആമ്പിളാരും മതി, ബാക്കി വേറെ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആകെ ഇപ്പൊ സിറ്റിയുള്ള അമ്മിണി, പൂത്തിരി, ലില്ലി, ശ്രീകുട്ടി 3 പേരേ ഉള്ളു. പൂത്തിരി ലില്ലി അറിഞ്ഞൂടെ? ഇല്ല. നല്ല കൊച്ച, ചൈല ചിരിയ, പിന്നെ മുട്ടയും ഫ്രീയാ. മുട്ടയും ഉണ്ട്. നീ ഉമ്മാന് പോസ്റ്റ് അടിച്ച് നിക്കണേ. ഹാപ്പി ബർത്ത്ഡേ ബാബു മമ്മൂട്ടി. ഓ ഏതാ കണമനെ, ഏതാ ആർക്കും അറിഞ്ഞൂടാ. എന്നെ ആർക്കും അറിഞ്ഞൂടെങ്കിലേ എന്റെ പേരിന്റെ മുന്നേ ഉള്ള 3 അക്ഷരം എല്ലാവർക്കും അറിയാം കണ്ണാപ്പി. വണ്ടി ബാക്കി സെറ്റ് ചെയ്യേ കണ്ണാപ്പി. ഞാൻ ഇത് നീ സെറ്റ് ചെയ്യുമ്പോ ഞാൻ ഇരുന്നോളാം, എനിക്ക് വേണ്ടിയാണെന്ന് ആരും പറയണ്ട. ഓക്കെ ഞാനും ഒരു പയ്യനോടെ പോയി സെറ്റ് ചെയ്യാം. വേണ്ട, ഞാനും കൂടെ വരാം, എനിക്ക് വേണ്ടിയാണെന്ന് പറയണ്ട. ഒരാളുടെ ബർത്ത്ഡേ പരിപാടിക്ക് അറ്റൻഡ് ചെയ്യാനാണ് 5 ലക്ഷം വെച്ച് തരാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ മതി. ഹാപ്പി ബർത്ത്ഡേ. ചിലവൊന്നുമില്ലേ? ചിലവുണ്ട്. പോക്കറ്റിൽ പറ. 273. ഒരു മിനിറ്റ് ഒന്ന് വെളിയിറങ്ങ കൊടുത്തിട്ട് വരേ കണ്ണവി. കണ്ണവി എന്നാ ആരാ? റെഡ്മാനാണോ ആദ്യം? ഓ അതെ. വാ നോക്കി, റെഡ്മാനെ കിട്ടിയോ? ഇല്ല കിട്ടിയില്ല. ഇപ്പോഴോ? ഓ കിട്ടി. പഴയ സൈസ് അല്ലേ നിന്റെ ഇപ്പോഴും? മാറിയിട്ടുണ്ടോ? ഒരുപാട് നാളായില്ലല്ലേടാ കണാബി. ഒരു പഴം കൊടുത്തിട്ടുണ്ട്, അവന്റെ പഴയ സൈസ് ആണെങ്കിൽ കേറും. അതെ, അപ്പൊ പിന്നെ പാടാ, 2ഓളം വരും. ഓ എടാ നീ ഇല്ലാക്കാതെ ഉണ്ടാക്കി പറയല. നീ പറഞ്ഞ കള്ളന്നാ വിളിക്കണല്ലോ. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ജോലിക്ക് കയറിയേ, സ്വർണ്ണക്കടയോ? ബാംഗ്ലൂരിൽ രംഗണ്ണനായിട്ട് അവനെ പിടിച്ചത്. രംഗണ്ണനോ? കഴുത്ത് പുള്ളി സ്വർണം. എയർപോർട്ട് വഴിയായിരുന്നാടാ കടുത്ത്? എയർപോർട്ട് അതോലോകായില്ലേ ചേട്ടി? അതോടവൻ. ഓ സത്യം. എടാ പിന്നെ നിന്റെ പല ഫ്രണ്ട്സ് ഒക്കെ അയച്ചാരല്ലേ? ഇപ്പൊ സിറ്റിയിൽ ആരില്ല, ഇപ്പൊ ഞാൻ മാത്രമേ ഉണ്ടോ ഇപ്പോഴും സിറ്റിയിലെ? നമ്മളില്ല ഇപ്പൊ. നമ്മളില്ല, സോറി, ഞാൻ ഒരു ആവേശത്തിൽ പറഞ്ഞാണ്, മൈൻഡ് ചെയ്യണ്ട. മുടിയുടെ കളറൊക്കെ മാറ്റിയാ? മുടിയല്ലേ, ഇവിടെ തന്ത വരെ മാറിപ്പോയി. മുഖം നോക്കി വേറെ ആരോ മുഖമായി പോടാ സെറ്റ് ചെയ്ത് വന്നപ്പോ. ഇതിന് സെറ്റ് ചെയ്യണം. ഹലോ, അത് ശരിയാ ബ്രോ, അത് ശരിയാ. ഗ്രാഫിക്സ് ഡ്രൈവർ ഇഷ്യൂ ആണെന്ന് തോന്നട്ടാ പുള്ളിക്ക്. എക്സ്റ്റാറ്റിലോ? ഹാപ്പി ബർത്ത്ഡേ. പെമ്പിള്ളേരും ഇല്ലടാ പഞ്ചാബിൽ. ഹാപ്പി ബർത്ത്ഡേ. ക്യാമറ വാങ്ങിക്കണ എവിടെന്നാന്ന് അറിയടായിരിക്കല്ലോ. ഫോട്ടോ എടുക്കാനാണോ? എനിക്കറിയാൻ പാടില്ല, അവനെയാണ് മഞ്ഞമുടിക്കാരൻ. ചോദിച്ചോക്ക്. അവിടെ പൊളപ്പൻ നീല ടീഷർട്ട് വെച്ചത് പുള്ളിക്കാരൻ എല്ലാം ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. പുള്ളിക്കാരൻ എല്ലാ സെറ്റപ്പും ഉണ്ട്. പൊളപ്പന്റെ ബാബുഷേട്ട് എല്ലോ പേജ് ഒരു പോസ്റ്റ് ഇട്ടേ. ബാബുഷേട്ട് പോയടാ. ആവശ്യമുണ്ട്. ഹലോ ബാബു സേട്ട്. ഹലോ പറ്റും. ഹലോ, കേക്കാം പറഞ്ഞോ.
ഹാപ്പി ബർത്ത്ഡേ. ഓ താങ്ക് യു ബാബു സെറ്റ് ഹാപ്പി ബർത്ത്ഡേ. ഓ താങ്ക് യു അറിഞ്ഞല്ലേ എന്റെ ഫോണിൽ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. പരിപാടി എല്ലാം ഉണ്ട് ഒരു പരിപാടി ഉണ്ട് 10 മണിക്ക് പരിപാടി ഉണ്ട്. 10 മണിക്ക് പരിപാടി ഉണ്ട് ഉണ്ട് ഓ വരാം. എല്ലാരും ഇവൻ നിന്റെ മഴയിലൂടെ മാറിയില്ലേടാ. മഴയാ? എവിടെ മഴ? ഡ്രൈവർ ഇപ്പൊ മഴ പെയ്തോണ്ടിരിക്കുക. എനിക്ക് മഴയില്ലല്ലേ? ഞങ്ങൾക്ക് മഴ ഉണ്ടല്ല. ടൈമാണ്, പ്രത്യേക ടൈമാണ്. ചിലവർക്ക് വീഡിയോയും ചിലവർക്ക് ഇതൊക്കെയാണല്ലേ. പക്ഷെ എത്രയൊക്കെ ഗ്യാപ്പ് എടുത്തെന്ന് പറഞ്ഞാൽ ശബ്ദത്തിന് ഇതിന്റെ മാറ്റമേ ഇല്ലല്ലേ. രണ്ട് കൊടയുണ്ട്, രണ്ട് വെള്ളം കൂടിയാണല്ലോ. ബാബുഷേട്ട് ഈ ജന്മദിനത്തിൽ എത്രാമത്തെ വയസ്സാ? ബാബുസേട്ട് ഹലോ ഹായ്. ആരായിരുന്നോ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ലൈവ് ഒക്കെ പോവാണോ ബർത്ത്ഡേ ആയിട്ട്? അതെ അങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട്. ഇത് ആരായിരുന്നു? ഞാൻ കൽഗ. നമ്മൾ പരിചയമില്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഇയാളെ പറ്റി. ഭയങ്കര കാണാന്ന് കൊറേ ആയി വിചാരിക്കുന്നു. ഓ ആരോ കണ്ടപ്പോ തന്നെ ഇറങ്ങി പൊക്കളഞ്ഞു. എന്നെ അത്രയ്ക്ക് മോശമാണ് ഞാൻ. അയ്യോ അവൻ മോശമാണ്, അത് പ്രശ്നമില്ല. പിന്നെ പ്രശ്നമില്ല. സീനല്ലേ? ഓ താങ്ക് യു. എങ്ങനെ അറിഞ്ഞു ബർത്ത്ഡേ കാര്യം? പുറത്തത്തെ കാര്യം ഇവിടെ എല്ലാരും ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ. ഓ അങ്ങനെ ഓക്കെ ഓക്കെ. അപ്പൊ കൽഗ നൈസ് ടു മീറ്റ്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഞാൻ എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇൻവൈറ്റ് ചെയ്യുന്ന കൽഗയാണ്. ഏകദേശം ഒരു 8:30 ആകുമ്പോഴത്തേക്ക് ഞാൻ ലൊക്കേഷൻ ശരിയായിരിക്കും, വരണം കേട്ടോ. ഓ ഷുവർ. ഓക്കെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് തന്നെ എന്റെ ഒരു ബർത്ത്ഡേ പരിപാടി ആയിട്ട് തുടങ്ങട്ടെ. അത് അത്രേ ഉള്ളൂ. ഓക്കെ 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 ഓക്കെ. ഒറ്റയ്ക്കാണ്, വേറെ ആരും ഇല്ലേ? അത് ഒറ്റയ്ക്ക അതിനെങ്ങട്ട് ഒറ്റയ്ക്ക് പറഞ്ഞാ പോരെ. അത് ഒറ്റയ്ക്കാ. മാമനല്ലേടാ ഇത്? മാമ ഹലോ. നീ ഇത്രയും നേരം കൊട പിടിച്ചിരുന്നില്ലേ? ഇത്രയും പേര് മാമാ. ആദ്യം ഇയാളെയാണ് പാർട്ടിക്ക് വിളിച്ചേക്കണേ. പക്ഷെ എല്ലാ മാമനല്ലേ ഇത്? അത് മാമൻ. ഇവൻ ഇവിടെ അപ്പൊ നീ ആരായി? വിശ്രമത്തിലാണ്. ആണോ? അത് മുരളി പറയുന്നേ കേട്ടോ. മൊത്തത്തില് കുറച്ചിടത്തേക്ക് വിശ്രമം എടുക്കാൻ. എടാ കണ്ണാപ്പി, നീയാണ് ആദ്യം വിശ്രമിക്കുന്നത്. നീ കാരണം ഉമ്മ ഈ അവസ്ഥ പറഞ്ഞ അതറിയാവോ? അനാവശ്യമായിട്ട് വള്ളി എടുത്ത് തലയിൽ വെച്ച് കൊടുക്കണത്. എടാ നീയാണ് ഉമ്മാനെ പുറത്ത് നിയന്ത്രിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. കണ്ണാപ്പി ഒരു ഫോട്ടോ എടുക്കട്ടെ എനിക്ക് ബർത്ത്ഡേക്ക് എന്റെ പ്രൊഫൈൽ പിക്ചർ ഇടാൻ വേണ്ടിട്ട്. എനിക്ക് കുറച്ചുകൂടെ. നമുക്ക് ഇച്ചിരി സ്റ്റാർട്ടം കൂടുതലാണ്. നീ ലെഫ്റ്റിൽ വാ. ഈ പയ്യനിക്കുന്ന സ്ഥലത്ത് വാ. താങ്ക് യു ബ്രോ. താങ്ക് യു. ഓ എടുത്തിടാ. ഫ്രണ്ട് ക്യാമറ ഓൺ ആക്ക്. ഓക്കെ. ഒരു നമ്പർ വാങ്ങിച്ചില്ലണോ? ഫിലിം മേക്കർ ബ്രോ, വിരാട് കോഹ്ലിക്ക് ഇങ്ങനെ ഒരു ബർത്ത്ഡേ ട്വിൻ ഉണ്ടെന്ന് അറിഞ്ഞില്ല. ഹാപ്പി ബർത്ത്ഡേ. എന്തിയാറാണ് ഫീൽഡിൽ രണ്ടുപേരാണ് ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ളത്. ഒന്ന് വിരാട്ടും പിന്നൊന്ന് ഞാനും. താങ്ക് യു സോ മച്ച് ആദർശ് ബ്രോ. താങ്ക് യു സോ മച്ച് ₹40. താങ്ക് യു സോ മച്ച് ബ്രോ. എടുത്തു. ഞാൻ പോസ്റ്റ് തങ്കൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടോടാ? തങ്കൻ ബാബുഷേട്ടോ പറഞ്ഞോടാ മനെ. ഈ ബർത്ത്ഡേയിൽ എത്രാമത്തെ വയസ്സാ ഇപ്പോഴോ? 23. 23. ഊഫ്. 7 വർഷം മുമ്പേ. കണ്ണാപ്പി, നമുക്ക് അത്ര പ്രായമുള്ള നിനക്കും അറിയാം എനിക്കും അറിയാം. അങ്ങനെയാണ് 23 മൂത്താണ്. പക്ഷെ അതത്രേ ഉള്ളൂ. 23 പിന്നെ 2 വയസ്സും കൂടെ. എനിക്ക് നിന്റെ അനിയനാവാൻ വയ്യ, അതുകൊണ്ടാ. അല്ല എനിക്ക് 26 വയസ്സുണ്ട്. 27. എനിക്ക് 27. 28 കണക്കില് പണ്ട് വീക്കല്ലേ. ഇവന്റെ അനിയനെന്ന് പറയാൻ പറ്റില്ല. മറ്റേതൊക്കെ സെറ്റ് ഉണ്ട്. തങ്കൻ എന്ന് പറഞ്ഞാല് സിറ്റിയിലുണ്ടോ? തങ്കൻ. പക്ഷെ ബാബുഷേട്ടാ അങ്ങേരുടെ മുഖവും ബാബുസേറ്റന്റെ മുഖമായിട്ട് ഒരു മാച്ച് ഇല്ലല്ലോ. ആരുടെ മുഖടാ ഇത്? മുഖം മാച്ച് ആവുന്ന മനസ്സിലായില്ല. അല്ല അനിയെന്ന് പറഞ്ഞോണ്ടേ
ഇല്ല അങ്ങനത്തെ ബന്ധമില്ല. പെൺകുട്ടി വിളിക്കുന്ന പെൺകുട്ടി. ഇവിടെ യെല്ലോ പേജ് പോസ്റ്റിന് 50,000 രൂപയെ. ഹലോ ഹലോ ഹാപ്പി ബർത്ത്ഡേ. ഓ താങ്ക് യു. ഇതാരായിരുന്നു കണ്ണപ്പി? ഇത് മറ്റേ ലില്ലിയാണോ? മനസ്സിലായ മറ്റേ ഇല്ല കൊച്ച്. ഏതില്ല കൊച്ച്? മനസ്സിലായില്ല? ഇല്ല മനസ്സിലായില്ല. ഇങ്ങനത്തെ കുറെ കണക്ഷൻ ഉള്ളതുകൊണ്ട് ഇതാരായിരുന്നു കുട്ടി? അമൂല്യ അമൂല്യ താങ്ക് യു സോ മച്ച്. അപ്പോ അമൂല്യ ഗേൾസിനോട് അധികം സംസാരിക്കാറില്ല, അതുകൊണ്ടാണ് കേട്ടോ പറ്റേ ഇങ്ങനെ ഇതാവുന്നത്. ഓക്കെ എടാ നായേ, യെല്ലോ പേജ് പോസ്റ്റിലെ കോള് വരുമല്ലേ? ഹലോ ഡയറക്റ്റ് വിളിക്കാം. ഹലോ 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 ബാബുശേട്ട്, താങ്ക് യു ബ്രോ, താങ്ക് യു. വർഷം നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. മീൻസ് ലോട്ട് ബ്രോ, താങ്ക് യു സോ മച്ച്. ഓക്കെ ബൈ ബൈ. അങ്ങനെ നമ്പർ കൊടുക്കാൻ വേണ്ടിയായിരുന്ന. ബാബുസേട്ടന് ഇപ്പൊ തന്നെ ഒരു അതല്ല പ്രശ്നം, ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ പോസ്റ്റ് വരെ ഇട്ടത്. ഹലോ ഹലോ ഹാപ്പി ബർത്ത്ഡേ ബാബുസേട്ട്. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. വെൽക്കം. ആരായിരുന്നു എന്തോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. നായി നീ ഇവിടെ നിന്നാണ് വിളിക്കുന്നത്? എത്ര ബുദ്ധിമുട്ടിയാ വിളിക്കുന്നേ ബാബുശേട്ട്. ഇനി ഓടില്ല പറ. ഇത് ബാബുശേട്ട് ഇട്ട ഫോട്ടോയില് വട്ട് സ്റ്റാറ്റിക് കണക്ഷൻ ലെഫ്റ്റ് ടൈം ഔട്ട് BNB ഷാഗി റീസൺ എക്സിറ്റിംഗ് റൊസാറിയോ. അതൊക്കെ പോലെ 2 പെണ്ണ് സെറ്റ് ചെയ്യാം. ഇനി 3 പേരും കൂടെ സെറ്റ് ചെയ്താൽ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാം. 3 പേര് സെറ്റ് ആണോ ബാബുശേട്ട്? എവിടെ നീ വണ്ടി എടുത്ത് ഒരു ബൈക്ക് എടുത്ത് കറങ്ങിട്ട് വരാം. ബാബുശേട്ടിനെ കാണാൻ ജെനിഫർ വരുന്നുണ്ട്. ആണോ? ജെനിഫർ എന്നെ വിളിച്ച് പറഞ്ഞെന്തോ അറിയോ? ജെനിഫർ എന്നെ വിളിച്ചു പറഞ്ഞേ, ജെനിഫർ ഒറ്റയ്ക്കാണ് ബാബുശേട്ടിന് കേക്കൊക്കെ മുറിക്കുന്നത്. അത് ജെനിഫറിന്റെ അപ്പാർട്ട്മെന്റിലാണ് നടത്തുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പോഴോ? അതെപ്പോ ബാബുശേട്ടിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പ്രിയാമ്മ പറയാനാണ് പറഞ്ഞത്. ജെനിഫർ അപ്പാർട്ട്മെന്റിൽ നിൽക്കും, ബാബുശേട്ടി കയറി ചെന്നാ മതി എന്നാ പറഞ്ഞേ, ഒറ്റയ്ക്ക് പറഞ്ഞതെന്ന് പറഞ്ഞേ. ജെനിഫർ പേരെന്താ? ആനാണോ പെണ്ണാണോ? നീ ആയതുകൊണ്ട് ചോദിക്കുക. പണ്ട് ജെനി എന്ന് വിളിക്കത്തില്ലേ? ഓ ജെനിഫർ. നീ എന്നെ മുഞ്ചിക്കാൻ നോക്കല്ലേ? എനിക്ക് വള്ളി കേസൊന്നും വേണ്ട കേട്ടോ. വള്ളിയല്ല നല്ല കൊച്ചാ, പോലത്തെ കൊച്ചാ. ആണോ? ഉറപ്പാണോ? നീ ഇത്തിരി സ്നേഹത്തോടെ അങ്ങനെ കൊണ്ടുവച്ചേരത്തില്ലല്ലോ ഡൽഹിയില്. ഞാൻ പറഞ്ഞേ അവള് വിളിക്കും. ആണോ? ആ ഫ്ലൈറ്റ് മോഡ് ഇടല്ലേ, ഇപ്പൊ ആ കോളിന്റെ ശമനം കുറഞ്ഞാണ് മനസ്സിലായി. അവള് വിളിക്കും. ഇപ്പൊ അവളുടെ ഈയിടയ്ക്ക് അവള് വന്നിട്ടും പെമ്പിള്ളേരത്ത് ഇത്ര ഡിമാൻഡോ എനിക്ക്? ആ അവളുടെ ശബ്ദം കൊണ്ട് ഇപ്പൊ ഭയങ്കര ഇതാണ്, മനസ്സിലായോ? ഓടാ ഇങ്ങനെയൊക്കെ ശബ്ദം. ഇന്നലെ മോമോയെ കേട്ടിട്ട് തന്നെ ഇത് ശരിയല്ലേ പറഞ്ഞത്? ഭയങ്കര പ്രശ്നമാണ് ശബ്ദം. വരും, ഇപ്പൊ വിളിക്കും. നോക്കട്ടെ. നീ വാ അടുത്ത ആരെങ്കിലും നോക്കാം. വേണേ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടോ ചേട്ടൻ കൊണ്ടുവരാം. ഓ ലോറാന്ന്. അതായാലും മതി. ലോറിയോ കാറോ ഏതായാലും നോക്കാം. എവിടെ ലോറ എന്ത് എന്നിട്ട്? അയ്യോ വന്നില്ലെന്ന് തോന്നുന്നു. ഞാൻ വിളിക്കത്തില്ല ആവശ്യം അങ്ങനെ. അതെന്തരാ? നിനക്ക് ഗേൾഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? ആവശ്യട്ടെ അന്നൊന്നും അറിയാലോ, ടിവിയിൽ ഒറ്റ സിഗ്മ ക്യാരക്ടർ ഉള്ളത് എന്റെ കണ്ണമോനെ. അതെനിക്കറിയാം. അതൊക്കെ അത്ര ഉള്ളു ആവശ്യം. അന്നൊന്നും പെണ്ണിന്റെ മുഖത്ത്
പോരെ നോക്കിയിട്ടില്ല. സത്യം 3 പെമ്പിള്ളാരാണ് വെളിയിൽ വീശിയിരുന്ന് കരഞ്ഞത്. അല്ലേ അത് പറയാൻ പാടില്ല, ഓസിറ്റ് പറയാൻ പാടില്ല. പക്ഷെ ഈ സാഹചര്യത്തിൽ പറഞ്ഞില്ലെങ്കിൽ നീ ഇത് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തും. എനിക്ക് ഓർമ്മ ഉള്ളത് പറഞ്ഞു, ഇനി പറയില്ല. അനാവശ്യ ബ്ലെയിമിങ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞാ നീയും പുറത്തു പോകേണ്ടതായിരുന്നു ഗ്യാങ്ങിൽ. അന്ന് മുരളിയെ കാല് പിടിച്ച് കരഞ്ഞില്ലായിരുന്നെങ്കിൽ. ഇല്ലാത്ത കള്ളക്കഥകൾ പറയല്ലേ. ആ ഹലോ, അയ്യോ നിങ്ങളാണോ ബർത്ത്ഡേ? ഇതുണ്ടോ യെല്ലോ പേജ് ഉണ്ട്? ആ അതെ അതെ അതെ, എന്റെ ബർത്ത്ഡേ അല്ല ബ്രോ, ഈ പച്ച ഷർട്ടിന്റെ ബർത്ത്ഡേ ആണ്. ആണോ? ആ ഹാപ്പി കണ്ണാപ്പി ദേവി. അവൻ ജനിക്കാൻ പാടില്ല. ഇതിപ്പോ അവന്റെ ബർത്ത്ഡേ ആണ്. എല്ലാരും ഇങ്ങനെ വിഷയമായിരുന്നു. ഇന്നോട് എന്റെ ബർത്ത്ഡേ കുറച്ച് നേടായിരുന്നു പക്ഷേ. നീ കൊറേ നേടുന്നുണ്ടേ. ഞാൻ ഇന്ന് വരുത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഭാഷ എന്താ വന്നത്? എനിക്കറിയാലോ, എന്നെ ബീസ്റ്റ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പയ്യൻ വിളിച്ച് ഒരു സാറ്റലൈറ്റ് ന്യൂസ് വന്നിരുന്നു. മനസ്സിലായില്ലേ? ഇവണി ബക്കറ്റിന്റെ ഫ്രണ്ടിൽ എന്റെ പേര് എഴുതി വെച്ചും ചിലവന്മാര് തെണ്ടാൻ സാധ്യത ഉണ്ടെന്ന്. അതുകൊണ്ടാ അപ്പൊ ആ ബക്കറ്റ് കയറി ഞാൻ തന്നെ കയറി. എനിക്കിന്ന് കോൾ അടിച്ചു പക്ഷേ 100ഓളം കിട്ടി. 100ഓളം. ഹലോ 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 ആരായിരുന്നു? ജെനി. ഓ ജെനിയാണോ? ഇനി അങ്ങനെ പോന്നു. എനിക്ക് ഇങ്ങനെ ഉണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓരോ ശബ്ദത്തിൽ ഇതല്ലേ? നിങ്ങളെ ബർത്ത്ഡേ ചുമയുണ്ട്. ചുമച്ചോളൂ. പ്രശ്നമില്ല. ചുമച്ചോളൂ. 1-2 ചുമയൊക്കെ ആവാം. പിന്നെ എവിടെ ഉണ്ട്? ഇപ്പം മുതുക്കിലുണ്ട്. പക്ഷെ അർജന്റായിട്ടൊന്ന് മുള്ളാൻ പോണം. പോയിട്ടോ? പിടിച്ചെടുത്തല്ലേ? ഇല്ല, ശരിക്കും ഒന്ന് മുള്ളിട്ട് വരാം.